പിണറായിയുടെ ഒരു നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആവൂലായിരുന്നു, ഈ രീതിയിലേക്ക് എത്തൂലായിരുന്നു. പിണറായിന്റെ മുൻപിൽ രണ്ട് വലിയ ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ഹൈവേ ആണ്, ഒന്ന് ഗെയിൽ പൈപ്പാണ്. ഇത് രണ്ടും സാക്ഷാത്കരിക്കാൻ പിണറായിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിണറായി ഞങ്ങൾ അംഗീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അയാൾ അംഗീകരിച്ചോ? ഭരിക്കണ്ട. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഓരോരുത്തരുടെ വ്യക്തിക്ക് അനുഭവം അറിയാം. പിന്നെന്താ എന്തനുഭവമാണ്? എന്താ അനുഭവം അല്ലാത്ത? ചോദിക്കേണ്ട വിഷയമല്ല. കാരണം നമ്മളെ നാടിനെ നോക്കിയാൽ മതി. നാട് എത്ര തരത്തിൽ 10 വർഷം കൊണ്ട് എങ്ങനെ രീതിയിൽ വളർന്നു ഇത് കണ്ണുണ്ടെങ്കിൽ കാണാലോ. ഇതൊരു മായാജലത്തിൽ പറയുന്ന ഒരു മാജിക് മാതിരി പറയല്ല. റോഡ് നമ്മൾ കാണുന്നുണ്ട്, സ്കൂളുകൾ നമ്മൾ കാണുന്നുണ്ട്. 2 പ്രാവശ്യം കഴിഞ്ഞു. പുതിയൊരു സർക്കാർ ജനങ്ങളെ മനസ്സിലാക്കട്ടെ. കേരളം പട്ടിണിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ ഇന്ന് ജനങ്ങളെല്ലാം വളരെ പ്രയാസത്തിലാണ്. ഇനി ഭരിക്കേണ്ട സുന്ന സർക്കാർ ജനങ്ങൾ അത്രമാത്രം ഓലെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മറ്റേ കുടിശ്ശികയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുടിശ്ശികൊന്നുമില്ല. ഇപ്പം എല്ലാം തീർത്ത് തന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇതുവരെ കുടിശ്ശികൊന്നുമില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഒരു സർക്കാരെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്രാ സൗകര്യം ഒരുക്കുന്നതിലാണ് ആദ്യമായിട്ട് വരേണ്ടത്. യാത്രാ സൗകര്യം പല സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ നല്ല രീതിയിലേക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം ഞാൻ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്, കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ആളാണ്. പിണറായി വിജയൻ സർക്കാരാണ് ഇവിടെ സാധാരണ ജനങ്ങളെ പട്ടിണി മാറ്റുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ്. 10 വർഷമായില്ല അവർ ഭരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒന്ന് ഭരിച്ചു നോക്കട്ടെ. അതെല്ലാം ഒരുപാട് വികസനം മുന്നോട്ട് പോകാനുണ്ട്. 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഒരു മാറ്റം വരണം. വികസനം ഇതൊന്നും പോരാ കേരളത്തിൽ. ബാക്കി സ്റ്റേറ്റ് അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും നമ്മേക്കാൾ പുരോഗതി തന്നെയാണ്. ആണോ? അതെങ്ങനെ ആയാലും കർണാടക ആയാലും UP ആയാലും ഗുജറാത്ത് ആണെങ്കിലും എല്ലാം എന്തിന്റെ ലെവലിലേക്കാണ് ഉയർന്നിരിക്കുന്നത് പറയുന്നത്? എല്ലാ രീതിയിലും ഉയർന്നില്ല. എന്ത് ഉയർന്നിരിക്കുന്നത്? എല്ലാ രംഗത്തും ഉയർന്നു തന്നെയാണ്. നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക്. കേരളത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ചാണ് രണ്ടാമതും പിണറായി സർക്കാർ ഭരണത്തിൽ വന്നത്. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ വിലയിരുത്തി പിണറായി വിജയൻ സർക്കാർ വീണ്ടും ഭരിക്കേണ്ടതുണ്ടോ? ഇനി ജനങ്ങൾ പറയട്ടെ. പിണറായി സർക്കാർ ഇനി വീണ്ടും വരണമെന്ന് എന്റെ ചോദ്യം. വീണ്ടും വരണം. കാരണം രണ്ടാമത് ഒരു വട്ട കൂടി വന്നത് കൊണ്ടാണ് ഇന്ന് കേരളം ഈ നിലയിലേക്കുള്ള പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നത്. കാരണം ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് വെള്ളപ്പൊക്കം, കോവിഡ്, നിപ, ഉരുൾപൊട്ടൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ കിടന്ന് കളിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഒന്ന് മാറിയതിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കൃത്യമായി നമുക്ക് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി, പ്ലാനോടുകൂടി എന്ത് ചെയ്യണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഇവിടെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അതായത് ഹൈവേ, ഗെയിൽ പൈപ്പ്, ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ BJPയുടെ സുരേന്ദ്രൻ. അതായത് പിണറായിൻ്റെ മുൻപിൽ രണ്ട് വലിയ ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ഹൈവേ ആണ്, ഒന്ന് ഗെയിൽ പൈപ്പാണ്. ഇത് രണ്ടും സാക്ഷാത്കരിക്കാൻ പിണറായിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിണറായി ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അയാൾ അംഗീകരിച്ചോ? രണ്ടും യാഥാർത്ഥ്യമാക്കി. ഇതിനെ മുടക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും BJPക്കാരും ചേർന്നിട്ട് എന്തെല്ലാം കളി കളിച്ചിട്ടും പിണറായിയുടെ ഒരു നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആവൂലായിരുന്നു, ഈ രീതിയിലേക്ക് എത്തൂലായിരുന്നു. അത് മാത്രം. ഒന്ന് നമ്മുടെ പഴയ കാലത്തെ സ്കൂളുകളൊന്ന് നോക്കിയേ. സ്കൂളുകളെന്ന് പറയുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാ ആളുകളും കഴിയാവുന്ന അത്ര പ്രൈവറ്റ് സ്കൂളിലേക്ക് ചേക്കേറിക്കൊണ്ടിരുന്ന കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് വീണ്ടും തിരിച്ചു വരികയാണ്. അതായത് പ്രൈവറ്റ് സ്കൂളുകളേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ചെറിയ LP സ്കൂളുകളിൽ പോലും സ്ക്രീൻ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, ഇത് വെച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, പിണറായി സർക്കാർ വന്നേ പിന്നെ ഞാൻ അംഗീകരിച്ചൊരു തരുന്നൊരു കാര്യം, ഇനിയുള്ള ഭരണങ്ങൾ ആരാവട്ടെ അതുപോലെ ആവണം എന്നുള്ളതാണ്. കാര്യം പല ഉള്ള ഏരിയയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുൻപ് കാലത്തൊക്കെ വലിയ രീതിയിലേക്ക് കഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് നല്ല രീതിയിലേക്കുള്ള റോഡുകളാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം യാത്രാ സൗകര്യം ഒരുക്കുക, റോഡ് ഒരുക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു സർക്കാരിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. മെയിൻ പരിപാടി അതാണ്. അതായത് റോഡ് ഉണ്ടെങ്കിൽ ഈ നമ്മൾ യാത്രാ സൗകര്യം ഒരുക്കുന്നതിലാണ് ആദ്യമായിട്ട് വരേണ്ടത്. യാത്രാ സൗകര്യം പല സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ നല്ല രീതിയിലേക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം ഞാൻ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്, കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിന് ശരിക്കും പിണറായി സർക്കാർ നന്നായിട്ട് വർക്ക് ചെയ്തെന്ന് എനിക്ക് പറയാൻ കഴിയും. അതെ, പിണറായി സർക്കാർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹൈവേ ഓഫീസ് പൂട്ടി പോയ ആളുകളാണ്. ഇന്നത്തെ ഈ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സമരങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും BJPക്കാരും നടത്തിയത്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ രീതിയിൽ എന്ത് സുഖകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും. ഓരോ സ്ഥലത്തും
ഇവിടുന്ന് മുതൽ തിരുവനന്തപുരം വരെ എന്ത് സുഖമായിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു. താങ്കൾ പറയുന്നത് പിണറായി സർക്കാർ വീണ്ടും വരണം. വീണ്ടും വരെ തന്നെ വേണം. വീണ്ടും വന്നിട്ടില്ലെങ്കിൽ ഇത് താറുമാറാവും. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്കെന്നല്ല ഏത് ആൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും പ്ലാനോട് കൂടിയിട്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി പറയുന്ന കാര്യം കൃത്യമായി ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ഇനി ആരെ കൊണ്ടും പറ്റില്ല. ഈ അടിപൊളി കൂടുന്ന ഈ ആളുകൾ ഇവരെ കൊണ്ടാണോ ഇപ്പം പറ്റുന്നത്? അത് മാത്രമല്ല ഇവർക്കൊരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് മറ്റാർക്കും നടക്കില്ല. കിഫ്ബി എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊന്നും നടക്കില്ലായിരുന്നു. അതിനെ എതിർത്തവരാണ് ഇവർ. കിഫ്ബിയെ എതിർത്തവരാണ്. അതിൽ നിന്ന് അവരുടെ നല്ല ബ്രെയിനാണത്. കിഫ്ബിയിൽ നിന്ന് ആദ്യം ലോൺ എടുക്കുകയും അത് വീണ്ടും അടച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ രീതിയിലുള്ള പുരോഗമനം വരണമെങ്കിൽ പിണറായി സർക്കാർ വരണം. വന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ജനം മനസ്സിലാക്കും. ഇനി ഭരിക്കേണ്ട പിണറായി സർക്കാർ ജനങ്ങൾ അത്രമാത്രം ഓലെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാവുന്ന സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ നമ്മളെ പീടികയിൽ പോയി കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ സാധനത്തിന് വിലക്കയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് സാമ്പത്തികമുള്ള ആൾക്കാർക്ക് ഒരു വിഷയമല്ലേ. സാധാരണക്കാർ നമ്മളെ പോലത്തെ ആൾക്കാർ 700-800 രൂപ കൂലി കിട്ടുന്ന ആൾക്കാർക്ക് നമ്മളെ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട 2-3 കുട്ടികളുടെ ആളുകൾക്കെല്ലാം വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ്. അതിന് പിന്നെ വേറൊരു ഓഫറൊന്നും ഇല്ലല്ലോ. പൈസ ഉള്ള ആളുകൾക്ക് മാത്രമല്ല ഓഫറുള്ളൂ. ബാങ്ക് ലോണും മറ്റുള്ള കാര്യങ്ങളല്ലോ. വേറൊരു ഓഫർ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഈ ബാങ്കിൽ പലിശ ഇല്ലാത്ത എന്ത് ചെയ്തപ്പോൾ UDFന്റെ ഗവൺമെൻറ് വന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കുന്ന പോലെ പറയും എന്ത് യുവാക്കൾക്ക് 5 ലക്ഷം റുപ്യ ലോണ് കൊടുക്കുമെന്ന്, ഇത് പലിശ ഇല്ലാണ്ട്. അപ്പം അങ്ങനത്തെ സ്കീമുകൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുന്നേ സാധാരണക്കാരാണല്ലോ നമ്മളെ കേരളത്തിൽ തട്ടല്. സാമ്പത്തികമുള്ള ആൾക്കാർ ദുബൈയിലും വികസനമൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? വികസനം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുള്ള ആളുകൾക്ക് വികസനം, സാധാരണക്കാർക്ക് ഒരു വികസനം ഇല്ല. അത് ചേരി പ്രദേശത്ത് മുഖദാർ വെള്ളയിൽ അങ്ങനത്തെ ഓരോ മേഖലയിൽ പോയി അവിടെ ഒന്നും വികസനം ഇല്ല. സാമ്പത്തികമുള്ള ആളുകൾക്ക് സൂഹിക്കാൻ വേണ്ടിയിട്ട് വികസനം. സാധാരണക്കാരും ബീച്ചിലല്ല ഇപ്പോൾ ആരാണ് വീസിച്ചാണ്ട് ഈ വികസനത്തിന്റെ ഇതിന്റെ ഉൽപ്പന്നം. താങ്കൾ പറയുന്നത് പിണറായി സർക്കാർ ഇനി വേണ്ടെന്ന് തന്നെയാണ്. മാറി പറ്റ 5 കൊല്ലം കൂടുമ്പോൾ സർക്കാരുകൾ മാറണം. UDF 5 കൊല്ലം ഭരിച്ചാൽ പിറ്റത്തെ കൊല്ലം LDF വരണം. എന്നാലേ ജനങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു മാറ്റങ്ങൾ. തമിഴ്നാട്ടിലെല്ലാം കണ്ടില്ലേ, കർണാടകയിൽ കണ്ടില്ലേ മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ ഇപ്പോഴും ഇവിടെ കേരളത്തിൽ വന്നില്ലല്ലോ. നമ്മള് ഏതാണ്ട് ശാസ്ത്രത്തിലും മറ്റേലും ഭയങ്കര മുൻപന്തിയിലാന്ന് പറഞ്ഞിട്ട് നമ്മള് കർണാടകക്കാട്ടും ഏതാണ്ട് തമിഴ്നാടിനെക്കാട്ടിലും എത്രയോ പിൻപന്തിയില്ല നമ്മള് ഇല്ലേ. നിങ്ങളൊരു ചാനലിന് ലോകത്തിനെ പറ്റി അറിയുന്ന ആളല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ തന്നെ കൂടുതൽ പറയണ്ടല്ലോ. അത് ചോദിക്കേണ്ട വിഷയമല്ല. കാരണം നമ്മളെ നാടിനെ നോക്കിയാൽ മതി. നാട് എത്ര തലത്തിൽ 10 വർഷം കൊണ്ട് എങ്ങനെ രീതിയിൽ വളർന്നു, സ്കൂൾ തലത്തിലാവട്ടെ. നമ്മളെ മനുഷ്യൻ്റെ അടിസ്ഥാനമാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ ഭക്ഷണമായി തന്നെയാണ് റോഡും. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലിരുന്നതിനോട് കാര്യമായില്ലല്ലോ, നമുക്ക് സഞ്ചരിക്കണ്ടേ, അതിനുള്ള റോഡുകൾ. അപ്പം നാടിനെ വീക്ഷിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട നമ്മൾ. പിന്നെ അതുമാത്രമല്ല, ഏറ്റവും നമ്മൾ രാജ്യത്ത് നമ്മൾ നിസ്സഹായാവസ്ഥ ആയ പ്രായമുള്ള ആളുകളാണ്. അവരെ 10 കൊല്ലോ ആ പറഞ്ഞ തുക എത്തിക്കാൻ കഴിഞ്ഞില്ലേ. ഒരു പ്രായമുള്ള മനുഷ്യനെ നമ്മൾ താങ്ങി തലോടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭരണാധികാരിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ആ വെറും 600 രൂപ വെച്ചിട്ട് ഇത് 1600 രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്കൂളിൽ ഞാനൊക്കെ ബാക്ക് ബെഞ്ചിന്നില്ല. ബാക്ക് ബെഞ്ചിൽ വില്ലന്മാരാണ് ഉണ്ടാവല്. കാരണം ഒരു കേഡ് ലിസ്റ്റ് പെട്ട ആളുകൾ അതില്ല. പിന്നെ കുട്ടിക്കാലത്താണ് നമുക്ക് ഭക്ഷണത്തിനോട് പ്രിയം വരിക. വലുതാവുമ്പോൾ അതിനോട് ടെൻഷനും കാര്യങ്ങളായിട്ട് ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് അതിൻ്റെ മെനു മാറി. വിദ്യാഭ്യാസം തന്നെ ഏതോ മേഖല, ഇപ്പോൾ ഹോസ്പിറ്റലുകൾ തന്നെ വലിയ വലിയ ഓപ്പറേഷനുകളാണ് നടക്കുന്നത്. കാരണം പണ്ടൊക്കെ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോയാൽ വരുന്നത് നേരെ മേലോട്ട് കയറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇന്ന് ശരിക്കും നമുക്കൊരു സംശയമാണ്, ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അതോ പ്രൈവറ്റ് ആണോ എന്നുള്ളൊരു ഭയത്തോടു കൂടിയാണ് സർക്കാർ ഹോസ്പിറ്റലിൽ കാണുന്നത്. കാരണം അത്രയും ക്ലീനാണ്, അത്രയും പെർഫെക്ഷനാണ്. ഡോക്ടർ ആവട്ടെ എന്താ ചില ന്യൂനതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. 10 വർഷമായിട്ട് വീണ്ടും ഇതേ ഭരണം എന്ന് പറയാനുള്ള മുഖ്യമായ കാരണം എന്താണ് പറയുന്നത്? റോഡ്, ആശുപത്രി, മറ്റുള്ള സംഭവങ്ങളൊക്കെ വികസിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ണുണ്ടെങ്കിൽ കാണാലോ. ഇതൊരു മായാജലത്തിൽ പറയുന്ന ഒരു മാജിക്കുമാതിരി പറയല്ല. റോഡ് നമ്മൾ കാണുന്നുണ്ട്, സ്കൂളുകൾ നമ്മൾ കാണുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ കാണുന്നുണ്ട്, നമ്മുടെ പ്രായമുള്ള ആളുകൾക്ക് തുകകൾ കറക്റ്റ് തുക കിട്ടുന്നുണ്ട്. എല്ലാ അവസ്ഥയിലും ജനങ്ങൾ വളരെ എന്താ പറയുക, വേറെ ഏതൊരു രാജ്യത്തുമായിട്ടാണ്, ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമായിട്ട് കാണുന്നില്ല. കാരണം ഈ ഇന്ത്യയിൽ ഈ ചെറിയൊരു കേരളത്തിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ജോലിയെടുക്കുന്നു. അപ്പോൾ ഈ വെള്ളം ഉണ്ടായിട്ടില്ല എത്ര ആളുകൾക്ക് ഇവിടുന്ന് കിണർ വാങ്ങി ഇങ്ങനെ കോരാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്തിരി പണികൾ നടക്കുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ചില ആളുകൾ ചിന്തിക്കും, ചില വോട്ടർമാർ ചിന്തിക്കും,
ഇവർ 5 വർഷം ഭരിച്ചില്ലേ, ഇനി 5 വർഷം ഒരു ഭരിക്കണം, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. നാട് ഏത് രീതിയിൽ പോകണമെന്ന് ചിന്തിക്കണോ. കാരണം ഇപ്പോൾ പഴയ മാതിരില്ല. നമുക്ക് ചില ആളുകൾ പത്രം വായിക്കാൻ മതി, ഇന്ന് അതല്ല, ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഇതുണ്ട്. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും ആളുകൾക്ക് അറിയാൻ എളുപ്പമാണ്. ലോകം തന്നെ കൈക്കുമ്പിളില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം പത്രങ്ങളിൽ നിന്നും ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവ് കാണാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭരണാധികാരി 100 വർഷം ഭരിച്ചാൽ എന്താ, നല്ലൊരു ഭരണാധികാരി അല്ലേ. കാരണം ഇവിടുത്തെ പ്രജകൾക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ, എല്ലാ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുറവ്, അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടായ്മ എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല, എല്ലാം പെർഫെക്ഷനാണ്. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് എത്ര വരെ ഭരിക്കാൻ പറ്റും ഒരു ഭരണാധികാരി, അത്രയും നല്ല പെർഫെക്റ്റ് ഭരണാധികാരി അയാൾ ഭരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു കാഴ്ച. എൻ്റെ അഭിപ്രായത്തിൽ പിണറായി സർക്കാർ വരണ്ടെന്നാണ്. 2 പ്രാവശ്യം കഴിഞ്ഞു. മൂന്നാം പുതിയൊരു സർക്കാർ കൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കട്ടെ അത് പുതിയ സർക്കാരിൻ്റെ രീതി എന്താണെന്ന്. ജനാധിപത്യം കാണണമല്ലോ. ഇപ്പോൾ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലിലെ കപ്പിത്താൻ വെള്ളത്തിൽ താന്നു പോകണമല്ലേ, മരംകൊത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു കിടക്കും പുതിയ പുതിയ മരം തേടിയിട്ട് കൊത്തിക്കളിക്കാൻ. പാർട്ടി നശിക്കുക, അത് ജനങ്ങൾ മനസ്സിലായി തുടങ്ങിയതാണ്. പാർട്ടി നശിക്കുക എന്ന് പറയുമ്പോൾ പാർട്ടി നശിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ? പാർട്ടി നശിക്കുന്ന രീതിയിലൊക്കെ പോകണേ. കാരണം ജനങ്ങളെ മുന്നിൽ കാണുന്ന സംഭവം അല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. സത്യത്തിന് നേരെ ജനം കാണുന്ന അവസ്ഥ, അത് അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് ധരിപ്പിക്കുക. ജനങ്ങൾ ബോധമാണ്. ഒരു പുതിയ കാലഘട്ടമാണ്. അവർ ചിന്തിക്കാൻ അവർക്ക് ഒരുപാട് കഴിഞ്ഞു. അവർക്ക് സത്യമാണത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവർ എല്ലാന്ന് പറയില്ല. അത് തെറ്റിനെ തെറ്റായിട്ട് തന്നെ അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വരണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? പിണറായി സർക്കാർ വരണ്ടെന്ന്, പുതിയൊരു മന്ത്രിസഭ വരട്ടെ, എന്നിട്ട് ജനങ്ങൾ കാണട്ടെ എങ്ങനെ രീതിയിൽ. ഞാനതാ പറഞ്ഞ ജനാധിപത്യം, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പുതിയ ഭരണകൂടത്തെ ചിന്തിക്കാനും മാറ്റി നിർത്താനും ജനങ്ങൾക്ക് അധികാരമുണ്ട്. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതാണ് വേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നയങ്ങളൊന്നും ശരിയില്ല, പിന്നെ ഭരണം മോശമാണ്, സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വേണ്ടിയിട്ടുള്ള ഭരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും എന്ന് പറയും? വികസനമൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വികസനം ഇതൊന്നും പോരാ കേരളത്തിന്. ബാക്കി സ്റ്റേറ്റ് അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. ഏതൊക്കെ സ്റ്റേറ്റില് നമ്മൾ അത് പറയാൻ കഴിയില്ല. കേരളത്തിലെ നമ്പർ 1 ആയിട്ട് പോകുന്നതാണ്. വാചകത്തിൽ മാത്രമേ ഉള്ളൂ. PR വർക്കാണ് അത്. PR വർക്കാണ്. അതാണ് സാധാരണക്കാർക്ക് തോന്നുന്നത്. വേറെ ഏത് സ്റ്റേറ്റാണ് നമ്മുടെ കേരളത്തിനെ മറച്ചു വെക്കുന്നത്? ബാക്കി എല്ലാ സ്റ്റേറ്റിലും നമ്മേക്കാൾ പുരോഗതി തന്നെയാണ്. ആണോ? അതെങ്ങനെ വരും? ആയാലും കർണാടക ആയാലും പിന്നെ UP ആയാലും ഗുജറാത്ത് ആണെങ്കിലും എല്ലാം എന്തിന്റെ ലെവലിലേക്കാണ് ഉയർന്നു നിൽക്കുന്നത് പറയുന്നത്? എല്ലാ രീതിയിലും ഉയർന്നു തന്നെ. എന്ത് ഉയർന്നു നിൽക്കുന്നത്? എല്ലാ രംഗത്തും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ആണോ? UP ഉത്തർപ്രദേശ് ഉയർന്നു നിൽക്കാന്ന് പറയുന്നത്? അതെ അതെ അതെ. അത് പുതിയ അറിവാണ് എനിക്ക്. കാര്യം കേരളം നമ്പർ 1 ആണെന്നുള്ള കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്ത സാധനമാണ്. നമ്മളുടെ നീതി ആയോഗിന്റെ കണക്കിനാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. വിദ്യാഭ്യാസം കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം അല്ലേ അഭ്യാസം അല്ലേ ആദ്യം വേണ്ടത്? പക്ഷെ അതോടെ അഭ്യാസം കൂടി പോയി ഇവിടെ കേരളത്തിൽ. അഭ്യാസം UP-യിൽ കൂടുതലാണോ കുറവാണോ? അത് ആയിട്ട് വരുന്നുണ്ടല്ലോ. അവർ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. എവിടെ മുന്നോട്ട് വരുന്നു? നമ്മളെ കേരളം മുന്നോട്ട് വന്നു നിൽക്കില്ല. കണ്ണടച്ച് നമ്മൾ ഒരുപാട് മുന്നിലാണെന്ന് തോന്നി നമ്മളെ പിന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ല. അങ്ങനല്ല, ഞാനും നിങ്ങളും ഇവിടെ കാലടിയിലും മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അതാണ്. ഉത്തർപ്രദേശ് ഒലിച്ചു പോകുന്നില്ല. അങ്ങനെ ഒലിച്ചൊന്നും പോകില്ല. അവിടെ പിന്നെ തടഞ്ഞു നിർത്താൻ ആൾക്കാരുണ്ടാവും. തെറ്റാണ് കേട്ടോ ചേട്ടാ. കേരളം നമ്പർ 1 ആണെന്നുള്ള നീതി ആയോഗിന്റെ കണക്കിൽ വരലാണ്. അപ്പൊ കേരളത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഭരണത്തെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പറയുന്നത് കേരളം നമ്പർ 1 ആണ് എന്നുള്ളത് നീതി ആയോഗിന്റെ കണക്കിലുള്ളതാണ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സാധനത്തിലുള്ളതാണ്. കേരളം പോലെ വേറെ സ്വതന്ത്രമായി ജീവിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് വിദ്യാഭ്യാസം ആരോഗ്യമുള്ള സ്ഥലം മറ്റു സംസ്ഥാനങ്ങളില്ല. രംഗത്തൊക്കെ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയി. കുറെ മുമ്പിലായിരുന്നു. ഇപ്പൊ പല രംഗത്തും ഇവിടെ ആവശ്യത്തിന് മരുന്നില്ല, ഹോസ്പിറ്റലിന്റെ ശോച്യാവസ്ഥ. അല്ല, ഞാൻ പറയുന്നത് എല്ലാ സംഭവങ്ങളും ശരിയാണല്ലോ. ഉത്തർപ്രദേശിലൊക്കെ ശരിക്കും ആശുപത്രിയിൽ നായ നടക്കുവാണ്. കേരളത്തിലെ 4 ഇരട്ടി വലിപ്പമുള്ള സ്റ്റേറ്റ് ആണ്. അക്ഷരാഭ്യാസം ഇല്ലാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ, അവരുടെ പ്രശ്നമല്ലേ? അതെ, അത് വലിയ സ്റ്റേറ്റ് ആകുമ്പോ അവിടെ വികസനം എത്തിക്കാൻ കുറച്ച് താമസം വരും. അപ്പൊ ഈ ആശുപത്രിയിലൊക്കെ നായ നടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോ നായപ്പോ എല്ലാവിടെ ഉണ്ട്. പൂച്ചയും പട്ടിയൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. നിങ്ങൾ കാണാത്തോണ്ടാ, എല്ലായിടത്തും ഉണ്ട്. അവിടെ കുറച്ച് കൂടുതലുണ്ടാവും. കാരണം അവിടെ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാവും. എന്തുകൊണ്ടാ വരണ്ട? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ വരണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ടേണായിട്ടല്ലോ ഭരിച്ചില്ലേ. ഇനിയിപ്പോ ഒരു ചാൻസ് മറ്റൊരു കിട്ടട്ടെ, ഒന്ന് മാറട്ടെ. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് വികസനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? വികസനം അങ്ങനെ പറയത്തക്ക അങ്ങനെ ഒന്നുമില്ല. കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഇല്ല. വരണ്ട. എന്തുകൊണ്ടാ? കാരണം അഴിമതിയിൽ മുങ്ങിക്കിടക്കല്ലേ. അഴിമതി എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത്, മറ്റുള്ള ജനങ്ങൾ ജീവിതം കൊണ്ട് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കണം.
അത് ഈ കുറച്ച് ഇത് നടക്കുന്ന ആളുകളല്ലാതെ മറ്റുള്ള മേഖലയിലെടുത്ത് പരിശോധിച്ച് ജീവിതം വളരെ പ്രയാസത്തിലാണ് പോകുന്നത്. അത് ഈ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കണം. കേരളം പട്ടിണിയില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ കേരളത്തിൽ ഇന്ന് ജനങ്ങളെല്ലാം വളരെ പ്രയാസത്തിലാണ്. അത് മാറ്റി നടക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ വീടുകളിലേക്ക് ഇറങ്ങി നോക്കിയാലും ജനങ്ങളുടെ പ്രയാസത്തിനെ പറ്റി അറിയുള്ളൂ. അത് ഈ സർക്കാർ കണ്ണടിച്ചും കണ്ട് ഇരട്ടക്കാൻ. പിണറായി സർക്കാർ വീണ്ടും ഭരിക്കണം എന്ന് തന്നെ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് ഭരിക്കുന്നു. ക്ഷേമ പെൻഷൻ 600 റുപ്യയിന് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഉള്ളത് ഇപ്പോൾ അത് 2000 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭിന്നശേഷിയിൽപ്പെട്ട ഒരാളാണല്ലോ, നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ സർക്കാരിനെ കുറിച്ച്? സർക്കാരിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മറ്റേ കുടിശ്ശികയൊക്കെ ആയിരുന്നു, ഇപ്പോൾ കുടിശ്ശികൊന്നുമില്ല. ഇപ്പം എല്ലാം തീർത്ത് തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ കുടിശ്ശികൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ സർക്കാരിനാണ് താല്പര്യം. കുടിശ്ശികയായി കിടന്നാൽ നമുക്ക് കിട്ടില്ല. 6 മാസം ഉണ്ടെങ്കിലും 3 മാസം പൈസ കഴിഞ്ഞ മുമ്പുള്ള സർക്കാരുകൾ തരല്. ഇപ്പോൾ അതൊന്നുമല്ല, അപ്പോൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് കിട്ടുന്നുണ്ട്, മര്യാദയ്ക്ക് കിട്ടുന്നുണ്ട്. കുടിശ്ശികൊന്നുമില്ല. ഇല്ല, നിങ്ങൾ ഭിന്നശേഷി എന്നുള്ള അതിൽപ്പെട്ട ഒരാളായ സ്ഥിതിക്ക് നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ മുച്ചക്ര വണ്ടികളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കൊടുക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വീണ്ടും വരണം എന്നാ പറയുന്നത്. വീണ്ടും വരണം. ഭരിക്കണ്ട, നിങ്ങളെ അനുഭവങ്ങൾ അറിഞ്ഞൂടെ? ഓരോരുത്തരുടെ വ്യക്തിക്ക് അനുഭവം അറിയാം. പിന്നെന്താ എന്തനുഭവമാണ്? എന്താ അനുഭവം അല്ലാത്ത പിൻവാതിൽ നിയമനം, കടം എല്ലാം കൂടി ആക്കി വെച്ച് ബുദ്ധിമുട്ടാക്കി പോരെ ജനങ്ങളുടെ കഷ്ടപ്പാട്. അന്നം മുടങ്ങാത്ത വരണമെന്ന് എഴുതി വെക്കുക ബസ്സിൻ്റെ മുകളിൽ. അന്നം മുടങ്ങി കിടക്കുക, ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ അല്ലേ സത്യം? പിന്നെ എങ്ങനെ പറയാൻ? ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഭരിച്ചിടത്തോളം ഭരിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നിങ്ങളെല്ലാം കണ്ടില്ലേ, അറിഞ്ഞില്ലേ? ജനങ്ങളങ്ങോട്ട് വിലാപ യാത്രയിൽ ഇങ്ങോട്ട് പുറപ്പെട്ടതല്ലേ ഫുള്ളായിട്ട് ഉമ്മൻചാണ്ടി. പിന്നെ ഉള്ളത് ആരാ? VS, പിന്നെ നായനാർ. ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി. ഇവരൊക്കെ മാർക്കിസ്റ്റാർ തന്നെയാണ്. മാർക്കിസ്റ്റാർക്ക് എന്താ അവർക്കൊക്കെ ഇയാൾക്കില്ലാത്തൊരു കൊമ്പ് ഉണ്ടോ? അതിനെപ്പറ്റി പറയണ്ട. വികസനമൊക്കെ എങ്ങനെയാ? വികസനമൊക്കെ ബാബാര വികസന. എന്താ റോഡൊക്കെ കൊത്തിപ്പോൾ സ്റ്റാർട്ടിടുക, എന്നിട്ട് ഉദ്ഘാടനം കഴിക്കുക. പണി തീർന്നിട്ടല്ലേ ഉദ്ഘാടനം കഴിക്കുക? പണി തീരുന്നതിന് മുമ്പുണ്ട് ഉദ്ഘാടനം കഴിക്കല്. ഇലക്ഷൻ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഈ ഉദ്ഘാടനം നമ്മൾ ചെയ്തെന്ന് പറയാൻ കഴിയില്ല. ഇവർക്ക് പ്രശസ്തി കിട്ടണം, പേര് കിട്ടണം, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിണറായി വിജയൻ സർക്കാരിനെ ഭരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പിണറായി വിജയൻ സർക്കാരാണ് ഇവിടെ സാധാരണ ജനങ്ങളെ പട്ടിണി മാറ്റുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ്. അല്ലാതെ ആർഭാടായി ജീവിക്കുന്നവരെല്ലാം അവർ ശ്രദ്ധിക്കുന്നത് സാധാരണക്കാരുള്ള ആൾക്കാർ തന്നെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയാൻ കഴിയുന്നത്? അതിപ്പം ഞാനിവിടെ എല്ലാ പൊതുപ്രവർത്തനത്തിലും എല്ലാ രംഗത്തും ഇവിടെ പബ്ലിക്കിൽ എല്ലാം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി പറയാനുള്ള കഴിയും. അതല്ലാതെ വേറെന്താണ് വികസനത്തോട് പറയാനുള്ളത്? എങ്ങനെ? അതല്ലാതെ എന്താണ് വീണ്ടും വരണം എന്ന്, പിണറായി സർക്കാർ വീണ്ടും വരണം എന്ന് പറയാനുള്ള ഒരു പോയിന്റ്? പിണറായി സർക്കാർ ഒരു 10 വർഷം ഇവിടെ ഭരിച്ചത് മോശമായിട്ടൊന്നും ഇല്ല. ഇവിടെ വളരെ നല്ല രീതിയിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അവർക്ക് അരി, ഭക്ഷണം, വസ്ത്രം, അങ്ങനെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യവും മോശമില്ലാതെ കൊറോണ സമയത്ത് വരയ്ക്കും അവർ പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഭക്ഷണം ഒക്കെ കിറ്റും എല്ലാം നന്നായി കൊടുത്ത ആൾക്കാരാണ്. വീണ്ടും വരണം എന്നാ പറയുന്നത്? വീണ്ടും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും വരണം എന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ നല്ല സ്ഥിതിയിൽ കഴിയുന്നുണ്ട്. അപ്പം ഇനി അല്ലാത്തൊരു ഇത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവർക്കിപ്പോൾ നല്ല നിലയിൽ പോകണ്ട എല്ലാവരും. അവർക്കൊരു ഗതികേട് വരാനും വന്ന കാലത്ത് എന്താ വെച്ചാൽ ഖജാനൊക്കെ കാലിയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അതിനൊരു കാശ് ഉണ്ടാവില്ലല്ലോ ഖജാനിൽ. പിന്നെ വരുന്ന ഗവൺമെന്റിന് അതൊരു ഭാരമായിത്തീരും. അതാണ് പറയുന്നതിൻ്റെ കാരണം. അല്ലാണ്ട് മൂപ്പരെ കുറ്റപ്പെടുത്തി പറയുകയോ എന്നല്ല. എന്തോ അങ്ങനത്തെ വ്യത്യസ്തമായ ഒരു മറുപടി. അതുകൊണ്ട് ഇനിയിപ്പോൾ പറയാൻ വെച്ചാൽ ഇപ്പം ബാക്കി ജനങ്ങളെ കയ്യിലുള്ളത്. ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണല്ലോ ഇനിയിപ്പോൾ ആര് വരണ്ടാന്ന് തീരുമാനിക്കുന്നത്. ഇത് പറയാനുള്ള കാര്യമായിട്ട് പറയുകയാണെങ്കിൽ 10 വർഷം ഭരിച്ചത് നമുക്ക് കാണുന്നുണ്ട്. അതായത് കുറേ പോരായ്മകളുണ്ട്, മാറ്റം വരണമെന്നാണ് പറയുന്നുള്ളത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കുറേ വികസനം ഇനി വരാനുണ്ട്. അതായത് എന്തായാലും UDF കേരളത്തിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വികസനം വന്നിട്ടില്ല എന്നാണോ പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ച വികസനം വന്നിട്ടില്ല എന്നാണോ, അതോ വികസനം വരാനുണ്ടെന്നുള്ള? ഉദ്ദേശിച്ച വികസനം വന്നിട്ടില്ല എന്ന്, വരാനുണ്ട്. അതായത് ഇപ്പോൾ എന്തായാലും ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിലാണ് പിണറായി സർക്കാർ പോകുന്നുള്ളത്. എന്തായാലും അതിനൊരു മാറ്റം വരണമെന്നാണ് പറയുന്നത്. അതെ അതെ, ഭരണം മാറണം എന്നാ പറയുന്നത്. 10 വർഷമായില്ല അവർ ഭരിക്കുന്നത്. എന്തായാലും UDF ഒന്ന് ഭരിച്ചു നോക്കട്ടെ. നോക്കട്ടെ. അതെ അതെ, ഭരിക്കണം. ഭരിച്ചു നോക്കട്ടെ എന്നല്ല, ഭരിക്കണം. വരേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇനിയും ഒരുപാട് വികസനങ്ങൾ വരാനുണ്ട്. ഈ 10 വർഷത്തിൽ തന്നെ വികസനം ഒരുപാട് പിന്നോട്ടാണ്.
അതെല്ലാം ഒരുപാട് വികസനം മുന്നോട്ട് പോകാനുണ്ട്. 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഒരു മാറ്റം വരണം. നല്ല രീതിയിലേക്കുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കി എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുമ്പോൾ നല്ല രീതിയിലേക്കുള്ള ഉൾഗ്രാമങ്ങളിലുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഷന് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ നോക്കിക്കാണുന്നത്? പെൻഷൻ എല്ലാ ഗവൺമെന്റും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഗവൺമെന്റ് കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാലും അടുത്ത ഗവൺമെന്റും അതേ പെൻഷനിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന് മാത്രം അവകാശമല്ല. എല്ലാ ഗവൺമെന്റ് കാലക്രമേണ ഓരോ ഗവൺമെന്റ് വരുമ്പോൾ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഉണ്ട്. എല്ലാ ഗവൺമെന്റും കൊടുക്കുന്നുണ്ട്. വീട് എവിടെയാണ് നിങ്ങളുടെ? കാസർഗോഡ്. കാസർഗോഡ് നല്ല രീതിയിലേക്ക് വികസനങ്ങൾ വന്നിട്ടില്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ പറയാ, വികസനം എല്ലായിടത്തും വരാനുണ്ട്. എല്ലായിടത്തും വന്നിട്ടില്ല, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ വരാനുണ്ട്. അപ്പോൾ വീണ്ടും വരണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? വീണ്ടും വരണ്ട, കാരണം ഒരു മാറ്റം അനിവാര്യമാണ്. അനിവാര്യമാണ്, വേണ്ട എന്നാണ് പറയുന്നത്. വരണമെന്നുള്ളതാണ് ആഗ്രഹം. വരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വരണം എന്ന് പറയുന്നത്? വരണമെന്ന് പറയുന്നത് ഇടപെടൽ, ഓരോ പ്രശ്നങ്ങൾക്കും ഇടപെടുന്ന രീതി പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഒരു സർക്കാർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കൃത്യമായി അങ്ങനെ പറയാൻ കാരണം? കൃത്യമായി പറയാൻ കാരണം അതാണ്, ഓരോരോ വിഷമഘട്ടങ്ങളുണ്ടല്ലോ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിൻ്റെതായ ഇടപെടൽ, ഭരണത്തിൻ്റെതായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വരണം എന്ന് പറയുന്നത്. അതെ, അതുകൊണ്ട് പിണറായി സർക്കാർ വീണ്ടും ഭരിക്കണോ? സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. നന്ദി, നമസ്കാരം.